രാഹുൽ ഗാന്ധി തൻ്റെ നിയോജക മണ്ഡലമായ വയനാടിൻ്റെ ഹൃദയത്തിലൂടെ ഇന്ന് യാത്ര നടത്തുകയാണ്. വയനാട് എന്ന് നമുക്കൊക്കെ പറയാം, ബി ജെ പിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ. എന്തായാലും കണ്ണൂരിൽ നിന്ന് ബി ജെ പിക്കാരുടെ പാകിസ്ഥാനിലെത്തിയ രാഹുൽ ഗാന്ധി ആദ്യം പോയത് തിരുനെല്ലിയിലേക്കാണ്. തിരുനെല്ലിയും രാഹുലുമായി ഒരു വലിയ ആത്മബന്ധം ബാക്കി കിടപ്പുണ്ട്. പിതാവ് രാഹുൽ ഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത സ്ഥലമാണ് തിരുനെല്ലി. അവിടെ എത്തിയ രാഹുൽ ഗാന്ധി അവിടെ പിതാവിൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത ആ മണ്ണിൽ ബലിതർപ്പണം നടത്തി. അതിന് പിന്നാലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനവും നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമൊക്കെ രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വയനാടിൻ്റെ മണ്ണിലേക്ക് രാഹുൽ പടയോട്ടം നയിക്കാൻ എത്തുമ്പോൾ തിരുനെല്ലിയിൽ തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി അയവിറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ആ പടയോട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് വയനാടിൻ്റെ 4 മണ്ഡലങ്ങളിലൂടെ ബത്തേരിയും പിന്നീട് തിരുവമ്പാടി, വണ്ടൂർ, നിലമ്പൂർ എന്നിവിടങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണം എന്നുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹത്തിന് ഒരു വലിയ കൈത്താങ്ങ് കൂടിയാകും അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. മാനന്തവാടിയിൽ ആദിവാസി സംഗമം അടക്കം പരിപാടികൾ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നു. 2 ദിവസം പ്രിയങ്ക വയനാട്ടിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഈ കേരളത്തിലേക്കുള്ള രണ്ടാം വരവ്, ആ രണ്ടാം വരവ് അതിശക്തമായി BJPക്കെതിരായുള്ള സന്ദേശം നൽകുന്നതിനുള്ള ഒരു വലിയ അവസരം കൂടിയായി മാറി എന്നതിൽ സംശയമില്ല. ആദ്യ ദിവസം 5 ഇടങ്ങളിൽ അദ്ദേഹം പൊതുസമ്മേളനങ്ങളിൽ സംബന്ധിച്ചപ്പോഴും ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയായിരുന്നു, BJPക്കെതിരായുള്ള പോരാട്ടം എന്തുകൊണ്ട് കൂടുതൽ അർത്ഥവത്താക്കണം എന്നുള്ളത്. അതിന് പിന്നാലെ കണ്ണൂരിൽ UDF നേതാക്കളുമായും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുമായും ഒക്കെ നടത്തിയ, മലബാറിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുമായൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയിലും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ കാര്യം അതുതന്നെയാണ്, BJPക്കെതിരായ പോരാട്ടം, അതിന് ശക്തി പകരേണ്ടുന്നതിൻ്റെ ആവശ്യകത. അവിടെ അപ്പോൾ ഒരു സംശയമുണ്ടായി. സ്വാഭാവികമായി പെരിയ ഇരട്ടക്കൊലപാതകവും ഷുക്കൂർ വധവും ഒക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് രാഹുലിൻ്റെ അഭിപ്രായം എന്ന് ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു കാരണവശാലും ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ, കൊലപാതകങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം. അതായത് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടേയിരിക്കുന്നു രാഹുൽ ഗാന്ധി. CPMനെ പേരെടുത്തു പറഞ്ഞ് ആക്രമിക്കില്ല എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാൽ പോലും ഒരു ഒഴുക്കൻ മട്ടിൽ ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിലെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്തായാലും രാഹുലിൻ്റെ വയനാട്ടിലേക്കുള്ള ഈ രണ്ടാം വരവ് അത് കോൺഗ്രസ്സിന് നൽകുന്ന ഊർജം ചെറുതല്ല. തിരുനെല്ലിയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത് ഈ പാകിസ്ഥാൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന BJPക്കാർക്കുള്ള ഒരു വലിയ മറുപടി കൂടിയാണ് എന്ന് പറയേണ്ടി വരും.